6 പതിറ്റാണ്ടുകാലത്തെ CPIM ബന്ധം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. CPIMന്റെ അനുനയ നീക്കങ്ങൾ തള്ളിയാണ് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന ജി സുധാകരന്റെ പ്രഖ്യാപനം. 6 പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ ജീവിതം വിവരിച്ചും പാർട്ടിയിൽ നിന്നുള്ള അവഗണന എണ്ണിപ്പറഞ്ഞുമാണ് ആലപ്പുഴയിലെ വീട്ടിൽ രാവിലെ ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊള്ളൂ. ജി സുധാകരനെ പൂർണ്ണമായും തള്ളിയും തുറന്നടിച്ചുമായിരുന്നു CPIM നേതാക്കളുടെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കൂടി കാണാം. ഞങ്ങളായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് വിട്ടിട്ടില്ല. അദ്ദേഹം പോയതിന്റെ കാര്യം അദ്ദേഹം പറയണം. എനിക്ക് ഈ 35 വർഷത്തെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരം പോരാ, ഒന്നുകൂടെ മത്സരിക്കണം. അതിനകത്ത് മത്സരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞങ്ങ് പോയാൽ മതി. അതിന് ഞങ്ങളെന്താ പറയുന്നത്? ഈ പാവപ്പെട്ട ഞങ്ങളെന്തിനാ പിടിക്കുന്നത്? ഇത് പാർട്ടിയെ ചതിച്ചതാ പച്ചയ്ക്ക്. ഒരിക്കലും ചതിക്കാൻ പാടില്ല. 6 ദിവസം പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വേണമെങ്കിൽ നിർത്തി വീട്ടിൽ പോകണം. പാർട്ടിക്കെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ അർഹതയില്ല ജി സുധാകരൻ. ഞാൻ തീർത്തു പറയുന്നു. ജി സുധാകരൻ സാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ പാർട്ടിയെയും LDFനെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ്. അത് സഹായിക്കുന്നത് UDFനെയും BJPയുമാണ്. ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLAയും മന്ത്രിയും അതുപോലെ വിവിധ വിഭജന പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്ത സുധാകരൻ സഖാവ്, അങ്ങനെയുള്ളൊരു സഖാവിലൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് ഒട്ടും ശരിയായില്ല. കേവലം ഒരു മുതിർന്ന നേതാവെന്ന രൂപത്തിലല്ല ഞങ്ങൾ സുധാകരനെ കാണുന്നത്. ഒരു അവഗണനയും അദ്ദേഹത്തോട് ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ജി സുധാകരനെതിരെ ആലപ്പുഴയിൽ CPIM പോസ്റ്ററുകൾ പതിച്ചു. ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി റിനു ശ്രീധർ ജി സുധാകരന്റെ വീടിന് സമീപത്തു നിന്ന് തത്സമയം ചേരുന്നുണ്ട്. റിനു, ഇന്നലെ രാത്രിയിൽ തന്നെ ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തായിരിക്കും ജി സുധാകരൻ പറയാൻ പോകുക എന്നുള്ളത്. ഏറ്റവും അവസാന അനുനയ ശ്രമമാണ് CPIMന്റെ ഭാഗത്തുനിന്നും ഇന്നലെ രാത്രി വൈകിയ വേളയിൽ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുന്നു. അതിന് പിന്നാലെ അവിടെ മുതിർന്ന CPIM നേതാക്കൾ വീട്ടിലെത്തി സുധാകരനെ കാണുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പുറത്തു വന്നപ്പോഴും ഒരു വലിയ ആത്മവിശ്വാസം നേതാക്കളിൽ കണ്ടില്ല. അപ്പോൾ മുതൽ ഉറപ്പിച്ചതാണ് നാളെ എന്തായാലും സുധാകരൻ വാർത്താ സമ്മേളനം നടത്തി പാർട്ടി വിടുന്നു എന്ന കാര്യം പറയും, ഒപ്പം സ്വതന്ത്രനായി മത്സരിക്കുന്ന കാര്യം പറയുമെന്ന് ഏതാണ്ട് പ്രതീക്ഷിച്ചാണ്. മാറ്റങ്ങളൊന്നുമില്ല, ഇന്ന് സംഭവിക്കുന്നു. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണ്, ഏത് രീതിയിലാണ് CPIM ഇതിനെ നേരിടാൻ പോകുന്നത്? ഒപ്പം UDFന്റെ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി എങ്ങനെ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പതിറ്റാണ്ടിലെ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചേറെ വൈകാരികതയോടു കൂടിയാണ് ഇന്ന് അദ്ദേഹം ഈ ആലപ്പുഴ പറവൂരിലെ അദ്ദേഹത്തിന്റെ നവനീതം എന്ന് പറയുന്ന ആ വീട്ടിൽ ഒരു വിടപറച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ അപ്പോഴും അദ്ദേഹം ചില ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പാർട്ടിയെ വലിയ തോതിലൊന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാതെ തന്നെയാണ്. പക്ഷേ താൻ അനുഭവിച്ച യാതനകൾ, തനിക്ക് ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടലാണ് പാർട്ടി അംഗങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നും നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എടുത്ത നിലപാടുകൾ, കേസ് നടത്താൻ പോലും ആരും സഹായിച്ചില്ല എന്നതടക്കമുള്ള വൈകാരിക കാര്യങ്ങളൊക്കെ തന്നെ വിട പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. അല്പസമയം മുമ്പാണ് ജില്ലാ സെക്രട്ടറി R നാസർ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തവണ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ LDFന് വേണ്ടി മത്സരിച്ച ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹം പോയതിൽ വലിയ നഷ്ടമുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം തിരികെ വരും എന്നുള്ള ഒരു വിശ്വാസം പാർട്ടിക്കുണ്ട്. പാർട്ടിയായി
അല്ലെങ്കിൽ CPM ആയി ഒരു കാരണവശാലും ഇനി അങ്ങോട്ടൊരു സമവായ ചർച്ചയ്ക്ക് പോകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം എച്ച് സലാമിന്റെ പേര് പറഞ്ഞാണ് പാർട്ടിയുമായി അദ്ദേഹം അകലുന്നത്. ഈ എച്ച് സലാം തന്നെ ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലെങ്കിൽ പോലും അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എച്ച് സലാം അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഒരു നാടകമാണ് നടന്നത്, ഇനിയും ചില നാടകങ്ങൾ കാണാനുണ്ട്, ഇത് ചില കൂടിയാലോചനകൾ ആലോചിച്ചതിന് ശേഷമായിരിക്കും. ഇദ്ദേഹം നേരത്തെ എടുത്തുള്ള പ്രീ പ്ലാൻഡ് ആണ്, ആ പ്ലാൻ ചെയ്തുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്ന് മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. എന്തായാലും നിലവിൽ ഇനി ജി സുധാകരൻ എങ്ങോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ആരുടെ പിന്തുണ തേടും, ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസ് അവരുടെ നിലപാട് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ നൽകും എന്നൊക്കെയാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ളൊരു തീരുമാനമില്ല. ആലോചിച്ച് തീരുമാനം എടുക്കുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജി സുധാകരൻ വിട പറഞ്ഞിരിക്കുന്നു. എന്തായാലും ദീർഘനാളത്തെ ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നിർണായകം അദ്ദേഹത്തിന് ആരെങ്കിലും പിന്തുണ നൽകുമോ, ആരെങ്കിലും പിന്തുണ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതാണ്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.